പക്ഷെ അമേരിക്കയുടെ വമ്പൻ കമ്പനികൾ അതെപ്പോഴും ലോകത്തിന് തന്നെ ഒരു അതിശയമാണ്. അപ്പൊ ഇതിനെ തകർക്കാൻ ആർക്കും കഴിയില്ല എന്നൊക്കെയുള്ള ഒരു വലിയ ചോദ്യങ്ങൾ. ഇന്ത്യ വരെ സ്വദേശീവൽക്കരണമൊക്കെ തുടങ്ങുന്നതിന്റെ ആദ്യപടിയായിട്ട് ആരാറ്റെ വാട്സപ്പ് ഒക്കെ കൊണ്ടുവരുന്ന ഒരു നിലയിലേക്ക് എത്തുമ്പോഴാണ് ഇപ്പോ അമേരിക്കയുടെ ChatGPT വലിയ പ്രചാരം നേടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ട് കൊടുത്താൽ അതിന്റെ പൂർണ്ണമായ വിവരം നമുക്ക് തരും. അത്ര രീതിയിൽ വലിയ പ്രചാരം നേടി. അവിടേക്കാണ് ആലിബാബ, ചൈനീസ് കമ്പനിയായ ആലിബാബ അവരുടെ ഒരു പുതിയ തന്ത്രവുമായി അമേരിക്കയെ മുച്ചൂട് മുടിക്കാനായി വരുന്നത്. എന്താണ് സംഭവം? അത് ചെറിയൊരു സംരംഭമല്ല. നമുക്കിതിൽ തോന്നുന്ന ആദ്യത്തെ സന്തോഷം ഈ ചൈന അമേരിക്കക്കെതിരെ വലിയ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. രണ്ടാമത്തെ കാര്യം, ചൈന ഗവൺമെന്റ് തലത്തിൽ മാത്രമല്ല, കോർപ്പറേറ്റുകൾ എന്ന നിലയിൽ അമേരിക്കൻ കോർപ്പറേറ്റുകളെ വെല്ലുവിളിക്കുന്ന കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, കമ്പനികൾ സ്ഥാപിച്ചുകൊണ്ടാണ് മുന്നേറുന്നത്. മൂന്നാമത്തെ സന്തോഷം, ഇപ്പോൾ ഈ കമ്പനി ആലിബാബ, നമ്മളിപ്പോൾ പരാമർശിക്കുന്ന കമ്പനി ആലിബാബ ഇന്ത്യയോട് വലിയ ബഹുമാനമുള്ള കമ്പനിയാണ്. ജാക്മ എന്ന് പറയുന്ന മുതലാളി, തീർച്ചയായിട്ടും അയാൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാണ്. പക്ഷെ അവിടുത്തെ ഏറ്റവും വലിയ വ്യവസായിയാണ്, ശതകോടീശ്വരനാണ്. പക്ഷെ അയാൾ എപ്പോഴും ലോകത്തിന് സത്യം തുറന്നു കാണുകയും സത്യം തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. ലോകത്തിൻ്റെ സത്യം അദ്ദേഹമാണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത്. ഇന്ത്യയാണ് ഭാവി ലോകം. ഭാവി ലോകം അമേരിക്കയല്ല, യൂറോപ്പല്ല, ജപ്പാനല്ല, ഞങ്ങൾ പോലുമല്ല, ചൈന പോലുമല്ല. കാരണം പുതിയ കാലത്ത് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞാണ്, ഇന്ത്യയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചില കണ്ടെത്തലുകളുണ്ട്. അത് വളരെ ശരിയാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ, ഇന്ത്യയുടെ കയ്യിലുള്ള ഡാറ്റ ഞങ്ങളുടെ കയ്യിലില്ല, അമേരിക്കയുടെ കയ്യിലുമില്ല. അമേരിക്കയുടെ കയ്യിലുള്ള ഡാറ്റയ്ക്ക് എന്താ പ്രത്യേകത? ഒരുപോലെ ഡാറ്റയാണ്, ഒരുപോലെ ജീവിക്കുന്ന മനുഷ്യരാണ്, ജീവിതത്തിൽ വ്യത്യാസമില്ല. ചൈനയുടെ ഡാറ്റയ്ക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഞങ്ങൾ വിചാരിച്ചാൽ പോലും ഞങ്ങളുടെ ഡാറ്റ ലോകത്തിന് കൊടുക്കാൻ കഴിയില്ല, അത്ര നിയന്ത്രണമുണ്ട് ഞങ്ങളുടെ നാട്ടിൽ. ഇന്ത്യയിൽ അതില്ല. ആകാശത്തോളം നിങ്ങൾ സ്വതന്ത്രരാണ്. 2, പട്ടിണി പാവങ്ങൾ തൊട്ട് മഹാകോടീശ്വരന്മാർ വരെ ജീവിക്കുന്ന നാടാണ്. അക്ഷരാഭ്യാസം ഇല്ലാത്തവർ തൊട്ട് വലിയ ബുദ്ധിജീവികൾ വരെ ജീവിക്കുന്ന നാടാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ വൈവിധ്യമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ. അതുകൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ചിന്തിക്കാൻ പറ്റും. ദാരിദ്ര്യം അവസാനിപ്പിക്കാൻ എന്താണ് അടുത്ത സ്റ്റാർട്ടപ്പ് ഏതാണ്? നല്ല മരുന്ന് കിട്ടാൻ എന്താണ് സ്റ്റാർട്ടപ്പ്? നല്ല വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ എന്താണ് സ്റ്റാർട്ടപ്പ്? നല്ല വിദ്യാഭ്യാസം നേടാനുള്ള, അത് നമ്മൾ പറഞ്ഞില്ലേ, നമ്മുടെ ക്ലാസ് റൂമിലാണ് ഇപ്പോൾ മലയാളികൾ രൂപപ്പെടുത്തിയ ഓൺലൈൻ ക്ലാസ് റൂമുകളൊക്കെ ഉണ്ടല്ലോ ധാരാളമായിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ത്യയെ പ്രതീക്ഷയോടെ കണ്ട ഒരാളാണ് അലിബാബ. ഇദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു നീക്കം എന്താ വെച്ചാൽ, അമേരിക്കയിൽ തീർച്ചയായിട്ടും പലതിനെയും വെല്ലാൻ പറ്റിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഗൂഗിളിനെ വെല്ലാൻ ആളുകളുണ്ട്. ഈ ചൈനീസ് കമ്പനികൾക്ക് പല രംഗത്തും മുന്നേറാൻ പറ്റിയിട്ടുണ്ട്. അതേസമയം വിചാറ്റ് അവരുടെയാണ്. വിചാറ്റ് വലിയൊരു ലോകത്ത് ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, വലിയ തോതിൽ മുന്നോട്ട് പോയിട്ടുണ്ട്. ഈ അലിബാബ കമ്പനി ഒരു B2B അറിയാലോ, വലിയ ബിസിനസ് കമ്പനിയാണ്. ഇപ്പോൾ പക്ഷേ അവർ വലിയൊരു സംഖ്യയാണ് ലോകത്തിൽ തന്നെ ഇത്ര വലിയ സംഖ്യ AI രംഗത്ത് നിർമ്മിത ബുദ്ധിയുടെ കമ്പനി രൂപീകരിക്കാൻ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി ഇത്ര വലിയ സംഖ്യ നിക്ഷേപിക്കുന്നത് ആദ്യമായിട്ടാണ്. ഈ അലിബാബ നിക്ഷേപിച്ചിരിക്കുന്നത് $53 ബില്യൺ. $53 ബില്യൺ എന്ന് പറയുന്നത് ഇന്ത്യൻ രൂപയുടെ ഏകദേശ കണക്ക് 44 ലക്ഷം കോടിയാണ്. അത്രയും വലിയ സംഖ്യ നിക്ഷേപിക്കുക എന്തിനാണെന്നറിയോ? ഇവർക്കൊരു കാര്യമുണ്ട്. ഈ അമേരിക്കയുടെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആധിപത്യം ഈ AI-യിലാണ്. അവരുടെ ഏറ്റവും വലിയ AI ഭീമൻ കമ്പനിയാണ് അമേരിക്കയുടെ ഓപ്പൺ AI എന്ന് പറയും. ഓപ്പൺ AI എന്ന് പറയുന്ന കമ്പനി അമേരിക്കയുടെ ഏറ്റവും വലിയ AI കമ്പനിയാണ്. ആ കമ്പനിയുടെ ഉൽപ്പന്നമാണ് ChatGPT അറിയാലോ, എന്തും ചോദിക്കാം, നമ്മുടെ കയ്യിലൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ ChatGPTയെ അതിജയിക്കുക എന്നുള്ളതാണ് ചൈനയുടെ ഏറ്റവും വലിയ, അലിബാബയുടെ ഏറ്റവും വലിയ വെല്ലുവിളി. അത് സാധിച്ചിരിക്കുന്നു അവർ. ഇപ്പൊ ChatGPTയുടെ പ്രത്യേകത എന്താ? നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ChatGPTയോട് ചോദിക്കാം. ഒന്നുകിൽ ടൈപ്പ് ചെയ്യാം, അല്ലെങ്കിൽ വോയിസ് ചോദിക്കാം. എന്തിനും ChatGPT നമുക്ക് ഉത്തരം കൊണ്ടുതരും. പക്ഷെ ഇതിന്റെ പ്രത്യേകത, അതിന് ബദലായിട്ട് ഇപ്പോൾ അലിബാബ കമ്പനി ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന പുതിയ ആപ്ലിക്കേഷൻ ഇതാണ്. ഈ Qwen 3 Max ആണ്. Qwen 3 Max. അവർ Qwen എഴുതുള്ളൂ, QUEN 3 Max. അതിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? നമ്മൾ എന്തറിയാൻ ആഗ്രഹിക്കുന്നു എന്ന് അത് കണ്ടെത്തിയിട്ട് നമ്മളോട് ചോദിക്കും, ഇത് വേണോ അതോ ഇതാണോ വേണ്ടത്? ചോദ്യം ഇങ്ങോട്ട് ചോദിക്കും, നമ്മുടെ മനസ്സിലുള്ള ചോദ്യം കണ്ടെത്തിയിട്ട്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സെർച്ച് എഞ്ചിൻ ഉണ്ടാവുമല്ലോ, നമ്മൾ എന്തൊക്കെയാണ് നിരന്തരം ആഗ്രഹിക്കുന്നതെന്നും നമ്മൾ എന്താ സെർച്ച് ചെയ്യുന്ന അൽഗോരിതം അവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും. നമ്മളതിൽ കയറിക്കഴിഞ്ഞാൽ, സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് ഇന്നതാണോ വേണ്ടത്?
ഇങ്ങോട്ട് ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് വേണ്ടി ചോദ്യങ്ങൾ ഉണ്ടാക്കി അവർ തന്നെ സെർച്ച് ചെയ്ത് അവർ തന്നെ ഉത്തരം കണ്ടെത്തിക്കൊണ്ട് തരും. അങ്ങനെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതാണ്. അത് വലിയ തോതിൽ ഉപയോഗിച്ച് തുടങ്ങുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്ന് രാവിലെ എന്നോട് ഈ റോബിൻ തിരുമല വന്നപ്പോൾ പറഞ്ഞു അദ്ദേഹം ഉപയോഗിച്ച് തുടങ്ങി. കേരളത്തിൽ പോലും ആളുകൾ ഇത് ഉപയോഗിച്ച് തുടങ്ങി. ഇത് വളരെ അഡ്വാൻസ്ഡ് ആണത്രേ. അതുകൊണ്ട് ഈ ക്വൻ 3 മാക്സ് ലോകത്തെ വെല്ലുവിള്ളാൻ പോവുകയാണ്. ചാറ്റ് GPT തോൽപ്പിക്കാൻ പോവുകയാണ്. അതുവഴി അമേരിക്കക്ക് ചൈന കൊടുക്കുന്ന ഏറ്റവും വലിയ അടിയുമാണ് അത്. അതുകൊണ്ട് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ, ഈ പുതിയ മുന്നേറ്റത്തിലൂടെ, ആ മുന്നേറ്റത്തിന് വലിയ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വന്നിട്ടുണ്ട്. അലിബാബ കമ്പനി വലിയ തോതിൽ അതിനുവേണ്ടി നീക്കിയിട്ടുണ്ട്. അറിയാലോ, നമ്മളെ ജാക്മ അതിനുവേണ്ടി വലിയ അധ്വാനം നടത്തുന്നുണ്ട്, വലിയ തോതിൽ സമ്പാദ്യം നിക്ഷേപിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഒരു കാരണമുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, അലിബാബയോട് ഈ ജാക്മയോട് ചോദിച്ചു, എന്തിനാണ് ഇത്ര വലിയ ഇൻവെസ്റ്റ്മെന്റ്? ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ചൈന IT മേഖലയിൽ ഇത്ര ഇൻവെസ്റ്റ് ചെയ്തിട്ടേ ഇല്ല ഇതിനു മുമ്പ്. അത്ര ഭീമൻ ഇൻവെസ്റ്റ്മെന്റ് എന്തിനാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഈ ഞാൻ നേരിട്ട ഏറ്റവും വലിയ ഉപരോധം, ഇദ്ദേഹം ചിപ്പുകളുണ്ടല്ലോ, മൈക്രോ ചിപ്പുകളാണല്ലോ, കമ്പ്യൂട്ടർ ചിപ്പാണല്ലോ ഇതിന്റെ ബേസ്. ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്, അലിബാബ എന്ന കമ്പനി അതിന്റെ ലോകം മുഴുവനുള്ള നെറ്റ്വർക്കുകളിൽ ഉപയോഗിച്ചിരുന്നത് ഈ അമേരിക്കൻ കമ്പനിയായ NVIDIAയുടെ ചിപ്പുകളാണ്. NVIDIAക്ക് അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി. ആലോചിച്ച് നോക്കൂ, ലോകം മുഴുവൻ ലോകം മുഴുവൻ ഉപയോഗമുള്ള ഒരു കമ്പനി ഒരു അമേരിക്കൻ കമ്പനിക്ക് കസ്റ്റമർ ആവുകയാണെങ്കിൽ അത് സ്വീകരിക്കല്ലേ വേണ്ടത്? അത് എപ്പോഴും പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടത്? അതിന് പകരം അമേരിക്ക അതിന് ഉപരോധം NVIDIAക്കാരോട് പറഞ്ഞു, ആർക്ക് കൊടുത്താലും അലിബാബക്ക് കൊടുക്കരുത്. അങ്ങനെ ഉപരോധം വന്നപ്പോൾ ഞങ്ങൾ കഷ്ടപ്പെട്ടു പോയി. ഞങ്ങളുടെ കമ്പനിയുടെ പ്രവർത്തനത്തെ അത് ബാധിച്ചു, ഞങ്ങളുടെ ലാഭത്തെ ബാധിച്ചു. അതിന് ഒരു തിരിച്ചടിക്കാനുള്ള മാർഗം എന്താ? ക്രിയേറ്റീവായി തിരിച്ചടിക്കാനുള്ള മാർഗം NVIDIAയേക്കാൾ നല്ല ചിപ്പ് നിർമ്മിക്കുന്ന കമ്പനി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. AI ചിപ്പ് നിർമ്മിക്കുന്ന കമ്പനി ഇപ്പോൾ NVIDIAയേക്കാളും മുന്നിലായി എത്തി നിൽക്കുകയാണ്. അതുകൊണ്ട് അലിബാബ നടത്തുന്ന ഈ നിക്ഷേപം തീർച്ചയായിട്ടും ഒരു വലിയ മുന്നേറ്റമാണ്. അദ്ദേഹം പറഞ്ഞത്, എനിക്കിതിന് ഏറ്റവും പ്രചോദനമായി തീർന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഞങ്ങളുടെ ഗവൺമെൻറ്, ചൈനീസ് ഗവൺമെൻറ് ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ്, സ്വന്തം ഭാവി, ചൈനയിലെ കോർപ്പറേറ്റുകളോട് ചൈനീസ് ഗവൺമെൻറ് പറഞ്ഞത്, ചൈനയുടെ ഭാവി നിങ്ങൾ സ്വയം തീരുമാനിക്കൂ എന്നാണ്. നിങ്ങളുടെ ഭാവി നിങ്ങൾ തന്നെ രൂപപ്പെടുത്തുക. ഞാനത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഇതിന് സമാനമായ ഒരു വർത്തമാനം നമ്മളോട് പറഞ്ഞത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ നിന്ന് പ്രധാനമന്ത്രി പറഞ്ഞല്ലോ, നമ്മുടെ രാജ്യം പുതിയ കാലത്ത് സ്വാതന്ത്ര്യം നേടി അല്ലെങ്കിൽ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറയണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സ്വാതന്ത്ര്യം വേണം, ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയിൽ സ്വാതന്ത്ര്യം വേണം. നമുക്കതുണ്ടോ? ഒരു നിമിഷം കൊണ്ട് വേണമെങ്കിൽ അമേരിക്കൻ കമ്പനികൾക്ക് നമ്മളെ ഇരുട്ടിലാക്കാവുന്നതേ ഉള്ളൂ, നമ്മളെ നിശബ്ദരാക്കാവുന്നതേ ഉള്ളൂ. അത് നമ്മൾ ഒട്ടും സുരക്ഷിതരല്ല. അതുകൊണ്ട് എൻ്റെ രാജ്യത്തെ ചെറുപ്പക്കാർ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കണം. ഓർമ്മയില്ലേ? എൻ്റെ രാജ്യത്തെ ചെറുപ്പക്കാർ ഈ വെല്ലുവിളി ഏറ്റെടുക്കണം. നിങ്ങളുടേതാണ് നാളെ, നിങ്ങളുടേതാണ് ഭാവി, നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങളുടെ കൂടെ രാജ്യമുണ്ട്, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ സ്വദേശി സോഷ്യൽ മീഡിയ എന്ന പ്രയോഗം ഉണ്ടായത്. അങ്ങനെയാണ്. അപ്പോൾ ചൈനക്കാർക്ക് ചൈനീസ് ഗവൺമെൻറ് കൊടുക്കുന്ന അതേ പ്രചോദനം ഇതേ കാലത്ത് ഇന്ത്യക്കാർക്ക് ഇന്ത്യ ഗവൺമെൻറ് നൽകുന്നു എന്നത്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിയുടെ സർക്കാർ നൽകുന്നു എന്നത് ചെറിയ ഒരു കാര്യമല്ല. അതുകൊണ്ട് ഇപ്പോൾ അലിബാബയുടെ ഈ മുന്നേറ്റത്തെ ഇന്ത്യക്കാർ ഏറ്റവും സന്തോഷിക്കുന്നുണ്ട്. കാരണം ഇന്ത്യയെ ബഹുമാനിക്കുന്ന ഒരു കമ്പനിയാണത്. ഒപ്പം ഈ മുന്നേറ്റം തീർച്ചയായിട്ടും ആവശ്യമുള്ളതാണ്. അമേരിക്കൻ കുത്തക കമ്പനികളെ നിലക്ക് നിർത്താനുള്ള ഒരു മുന്നേറ്റം കൂടിയാണ്. അവരെ അതിജയിക്കുന്ന ഒരു മുന്നേറ്റമാണ്. നമുക്കും സന്തോഷിക്കാവുന്നതാണ്.